ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇതൊരു പെട്ടെന്ന് ക്വിക്ക് വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ KVS NVS നോട്ടിഫിക്കേഷൻ ഉടൻ വരാനിരിക്കുന്നു. EMRSന്റെ നോട്ടിഫിക്കേഷൻ വന്നു, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, നമ്മൾ എക്സാമിന് പഠിച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്കിനി നിലവില് 34 ദിവസത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കറക്റ്റ് ഒരു 30 ഡേയ്സ് മതി. ഒരു 20 ഡേയ്സ് കൊണ്ട് പോർഷൻസ് ഒക്കെ തീർത്ത് ബാക്കി ഒരു 10 ഡേയ്സ് കൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സുകൾ നമ്മൾ ഇരുന്ന് പഠിച്ചു പോവുകയാണ്. ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള കറക്റ്റ് നോട്ട്സ്, PDF നോട്ട്സ്, പ്രാക്ടീസ് സെഷൻസ്, PYQ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അതിനുവേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഹിന്ദി ഷൈജു സാറ്, അതുപോലെ തന്നെ ഫാത്തിമ മിസ്, അതുപോലെ തന്നെ നിഷ മിസ്, അങ്ങനെ ഒത്തിരി പേര് ഹിന്ദി നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഹരി സാറ്, നുസറുദ്ദീൻ സാറ്, അതുപോലെ തന്നെ സുധീർ സാറ്, അതുപോലെ തന്നെ സൽമാ മിസ്, ഒത്തിരി പേര് അങ്ങനെ ഇംഗ്ലീഷസ്. പിന്നെ ഹാഷിം സാറിന്റെ സൈക്കോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സവിത മിസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ, ICT, ജനറൽ സെക്ഷൻസ്, ഡിഫറെന്റ് ടീച്ചേഴ്സ്. അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് കറക്റ്റ് പക്ക ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആ സിലബസ് അനുസരിച്ച് കറക്റ്റ് റീസണിങ്ങും, അതുപോലെ തന്നെ നോൺ ടീച്ചിങ്ങിനുള്ള ഒരു മാത്തമാറ്റിക്സ് പഠിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ICT, അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ പെഡഗോജി, ഡൊമൈൻ നോളജ് എന്ന് പറയുന്ന ഡൊമൈൻ നോളജ്, ദാറ്റ് ഈസ് ദെൻ കേസ് സ്റ്റഡി പ്ലസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. നമ്മളിപ്പം ഈ ഒരാഴ്ച നമ്മൾ ഫുള്ള് നിങ്ങൾക്കറിയാം എത്രത്തോളം ക്ലാസ്സുകൾ ഓരോന്നിനും ഓരോ ടോപ്പിക്കിന് ഡിഫറൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ഹിന്ദിയും ഇംഗ്ലീഷും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമുക്ക് PGTക്ക് ആണെങ്കിൽ 8 മാർക്ക് സ്കോർ ചെയ്യണം. TGTക്ക് ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഏതെങ്കിലും ഹിന്ദി, ഇംഗ്ലീഷ് ഓർ മലയാളം, അങ്ങനെ ഏതെങ്കിലും ഒരു ഫാഷനിൽ 3 എണ്ണം ഉണ്ട്. അതിന് 12 മാർക്ക് വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആഴ്ചത്തെ യജ്ഞം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ലൈവ് ക്ലാസ്സിനോടൊപ്പം നമുക്ക് ഇപ്പൊ നിലവിൽ ഡെയിലി 10 മണിക്കൂർ ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം 10 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട്. അതിന്റെ റെക്കോർഡ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും, ലൈവും കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ലൈവ് സെഷനിൽ ഇരിക്കണം. ഓക്കെ, എങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് എല്ലാവർക്കും ടയർ 1 അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു മാസം മതി നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം അതില് വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ട് നിങ്ങൾ പഠിച്ചെങ്കിലേ പറ്റില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ 8 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യുക. PGTക്ക് ആണെങ്കിൽ TGTക്ക് 12 മാർക്ക്, ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടി. ഇവിടെ ഒരു റീജിയണൽ ലാംഗ്വേജും കൂടെ വരും, ഇവിടെ ഹിന്ദി ഇംഗ്ലീഷ് മാത്രം. അപ്പൊ അതിനുള്ള ക്ലാസ് പക്ക നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ആഴ്ച കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കൊണ്ട് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഫുള്ള് കവറപ്പ് ചെയ്യുകയും പിന്നെ PYQ മാത്രം ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ICT, ഡൊമൈൻ നോളജ്, കേസ് സ്റ്റഡിയും ഒക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം വേണ്ടി വന്നാൽ മതി. ICTക്കാണ് കുറച്ച് കൂടുതൽ ക്ലാസ്സുകളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് വേണ്ടി വരുന്നത്. പിന്നെ ജനറൽ സെഷൻ നമ്മൾ കുറേ അധികം എടുത്തു, അതിനുള്ള റെക്കോർഡ് ക്ലാസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ വളരെ ടൈം ടേബിൾഡ് ആയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, കുറച്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടയർ 1 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഒരു സംശയമില്ല. ടയർ 1 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടയർ 2 ഒന്നുമില്ല, നിങ്ങളുടെ സബ്ജക്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ വളരെ പക്കയായിട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന KVS NVS പുഷ്പം പോലെ നേടാം. അതുപോലെ തന്നെ D+B അല്ലേ, D+Bയുടെ PGT വിളിക്കും. TGT ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, PRT വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതി ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏകദേശം ഒരു 70% ഓഫർ നിങ്ങൾക്ക് തന്നാണ് കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ EMRSന്റെ കോഴ്സ് ജോയിൻ ചെയ്ത് അതിൽ തന്നെ KVSഉം NVSഉം കൂടി നിങ്ങൾക്ക് KVSന്റെ കോഴ്സും NVSന്റെ കോഴ്സും D++യുടെ കോഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ടയർ 1 പാസ്സാകാൻ പറ്റൂ. അപ്പൊ അത്രയ്ക്ക് എഫർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ടയർ 1 നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കോളൂ. ഈ വരുന്ന 2026 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് 1 lakh എബോവ് സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കാൻ പറ്റും. ഒരു സംശയമില്ല അതിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു വരണം. ആ സ്ട്രാറ്റജി കാര്യങ്ങൾ എല്ലാം, മോട്ടിവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ,
ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വിളിച്ച് അന്വേഷിക്കാം, കാര്യങ്ങൾ അന്വേഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സീറ്ററ്റിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സീറ്ററ്റിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സീറ്ററ്റിന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ LP-UPയുടെ ലോങ് ടേമിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇനി ഫിഷറീസിനൊക്കെ ഇനി ഒരു മാസമേ ഉള്ളൂ. സീറ്ററ്റ് ഏകദേശം ഫെബ്രുവരി 8 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. LP-UP 2027 നടക്കത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കണമെങ്കിലോ അങ്ങനെയുള്ള ഏത് കാര്യത്തിലും ഓക്കെ, വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ധാരാളം ഫാക്കൻസികൾ ഒരു ടോപ്പിക്കിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിൽ UPSC അല്ലെങ്കിൽ മറ്റ് ടീച്ചിങ് എക്സാംസിനൊക്കെ വർക്ക് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് റീസണിങ്ങും നോൺ ടീച്ചിങ് ഉള്ളവർ മാത്സ് പഠിക്കണം. ICTയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പെഡഗോജി, ഡൊമൈൻ നോളജ് എന്ന് പറയുന്ന പെഡഗോജി, അതുപോലെ തന്നെ കേസ് സ്റ്റഡി, ഇത് മൂന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി 60 മാർക്കിനുണ്ട്. ICT എന്ന് പറയുന്നത് 15 മാർക്കുണ്ട്. അപ്പോൾ തന്നെ 75 മാർക്കായി. ഓക്കെ, പിന്നെ രണ്ടാമതാണ് അതിൽ റീസണിങ് 15 മാർക്കും ബാക്കിയുള്ള ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 10 മാർക്കും വരുന്നത്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഡൊമൈൻ നോളജ് ആൻഡ് കേസ് സ്റ്റഡി 60 മാർക്ക്, ICT 15 മാർക്ക്. ഇത് പക്ക വായിക്കാൻ പറ്റും. ബാക്കിയുള്ള ഇംഗ്ലീഷും ഹിന്ദി നമ്മൾ ഓക്കെ ആക്കുമല്ലോ, സെറ്റ് ആക്കും. ഡോണ്ട് വറി, അതിന്റെ പക്ക അടിപൊളി ക്ലാസ് ഒന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമയം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് വശത്താക്കാൻ പറ്റും. ഈ 75 ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എന്താ പറയുക ഈസി ആയിട്ട് ടയർ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിളിക്കാവുന്നതാണ്. എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും നമ്മളത് നേടിയെടുത്തേ പറ്റൂ. ഓക്കെ, കാരണം നോർത്ത് ഇന്ത്യൻസിനെ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, KVS, NVS, EMRS പോലുള്ള എക്സാംസുകൾ, DSSS എക്സാംസുകൾ എഴുതിയെടുക്കാൻ പറ്റൂ എന്നുള്ളതിന്റെ അതിന് എല്ലാവരും പറയുന്നതിന് ഒരു മാതൃകയായിട്ട് ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാകണം, പഠിക്കണം. ടൈം ടേബിൾഡ് ആയിട്ട് ഈ നമ്മൾ തരുന്ന ക്ലാസ് പോലെ 10 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സമയം തരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 10 മണിക്കൂർ കൂടുതൽ നമുക്ക് ക്ലാസ് വരുന്നുണ്ട് അല്ലേ, ലൈവ് വരുന്നുണ്ട്. ആ ലൈവുകളുടെ എല്ലാം റെക്കോർഡ് സെഷൻസ് കിട്ടുന്നുണ്ട്. നോട്ട്സുകളെല്ലാം ഓൾറെഡി അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാം. അല്ലാത്തവര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഇത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഒരു TGT അല്ലെങ്കിൽ ഒരു PGT അല്ലെങ്കിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിട്ട് മാറാൻ കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ഇതിൽ പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.